എന്തായാലും ഇന്ത്യയുടെ നിലപാട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. വി ആർ നോട്ട് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് നേഷൻ, വി ആർ ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് ടെററിസം. നമ്മുടെ പോരാട്ടം അത് ഭീകരവാദത്തിനെതിരെയാണ്. ബാലഗോപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ബാലു നിൽക്കുന്ന മേഖല അത് വളരെ പ്രധാനമാണ്. അവിടെ നിന്ന് ആളുകളോട് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാൻ നമ്മുടെ ഭരണകൂടം തന്നെ കൃത്യമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബാലു, ഈ പറഞ്ഞതുപോലെ തീവ്രവാദത്തിനെതിരെയാണ് നമ്മൾ പോരാടുന്നത്. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കുമ്പോൾ, പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുമ്പോൾ ആ തീവ്രവാദത്തിനാണ് അവർ പകരം ചോദിക്കാൻ ഇറങ്ങുന്നതെന്ന കാര്യമുണ്ട്. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8 മണിവരെ ബാലു നിൽക്കുന്ന ഭാഗത്ത് ഇപ്പോഴും ബ്ലാക്ക് ഔട്ട് തന്നെയാണ്. ഇനി അറിയേണ്ടത് 10 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ ജാഗ്രതാ മുന്നറിയിപ്പുകളിലേക്ക് നമ്മുടെ രാജ്യം പോകുമോ എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യം അതിർത്തിയിൽ എങ്ങനെയാണ്? അവിടെ സാധാരണ നിലയിലാണോ കാര്യങ്ങൾ ഉള്ളത് ബാലു? ആര്യ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇനി എന്തായിരിക്കും ഈ തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ്. ഈ 8 മണിവരെ നിലവിൽ ഈ ബ്ലാക്ക് ഔട്ട് തുടരുന്നതായിരിക്കും. 8 മണിക്ക് ശേഷമാണ് നമുക്ക് പുറത്തിറങ്ങാനും മറ്റും കഴിയുന്നത്. നമുക്ക് ഈ ക്യാമറ ഈ റോഡിലേക്കൊക്കെ കാണുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതായത് ഇപ്പോൾ അതിൻ്റെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരൊക്കെ പുറത്തേക്ക്, അതായത് ഈ അവരുടെ ഈ പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ അവിടെ ഒരു കുടുംബം ഇപ്പോൾ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ ഈ കൗതുകത്തോടു കൂടി തന്നെ ഈ കാര്യങ്ങൾ, അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ എന്താണ് നടന്നത് എന്നതിനെ സംബന്ധിച്ച് അറിയുന്നതിന് ഇപ്പോഴാണ് ആൾക്കാർ വീടുകളുടെയും മറ്റും പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഈ ഇന്നലെ അർദ്ധരാത്രിക്കും ഇന്ന് പുലർച്ചെയുമൊക്കെ നടന്ന ഈ അക്രമത്തിൽ, പാകിസ്ഥാന്റെ ഈ ആക്രമണത്തിൽ എന്ത് നാശനഷ്ടം ഉണ്ടായി എന്നാണ് അറിയേണ്ടതായുള്ളത്. ഉറപ്പാണ് കാര്യമായ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത. പക്ഷെ അവർക്കൊന്നും ലക്ഷ്യം കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. സിവിലിയൻ മേഖലകളിലേക്ക് ഉൾപ്പെടെ ശക്തമായ ഷെല്ലിങ്ങും അത് ഒക്കെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഈ മിസൈൽ ആക്രമണം ഉണ്ടായി എന്ന് ഈ നാട്ടുകാരൊക്കെ, തദ്ദേശവാസികളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് കൃത്യമായൊരു ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. അത്തരം കാര്യങ്ങൾ ഒരു സർക്കാരിൻ്റെ ഔദ്യോഗികമായ ഒരു വാർത്താക്കുറിപ്പിലൂടെ അല്ലെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി അറിയിക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം ഈ മിസൈൽ ആക്രമണം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. രാജ്യ സുരക്ഷയുടെ കാര്യമാണ്.